നാടകത്തിൽ നിന്നുള്ള രംഗം അടർത്തിയെടുത്ത് ഡിവൈഎഫ്ഐക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ അനുബന്ധ പരിപാടികളിൽ ഒന്നാണ് മിസ നാടകമെന്നും ഡിവൈഎഫ്ഐയെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപമെന്നും സനോജ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ നാടകം കാണികളെ ഒരു കാഴ്ചക്കാരായി ഇരുത്തുകയല്ല ചെയ്തത്. കാണികളെ ചില സംഭവങ്ങളുടെ സാക്ഷികളാക്കി മാറ്റുന്ന തരത്തിലാണ് ആ നാടകത്തിൻ്റെ അവതരണം ഉണ്ടായത്. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററാണ് ആ നാടകം അവതരിപ്പിച്ചത്. ആ നാടകത്തിലെ ചില ദൃശ്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി ഇന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നാണ് പ്രചരണം. യഥാർത്ഥത്തിൽ ആ നാടകത്തിൻ്റെ ചരിത്രം ഇത്തരം വിമർശകർ ആക്ഷേപിക്കുന്ന ആളുകൾ നോക്കണം. കാണികളെ കാഴ്ചക്കാരായി ഇരുത്തുന്നതിനപ്പുറം ചില സംഭവങ്ങളുടെ സാക്ഷികളാക്കി മാറ്റുന്ന തരത്തിലാണ് നാടകത്തിൽ അവതരണം. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിൽ അവതരിപ്പിച്ച നാടകത്തിലെ ചില ദൃശ്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചാരണം നടത്തുന്നവർ യഥാർത്ഥത്തിൽ ആ നാടകത്തിന്റെ ചരിത്രം നോക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് സ്നേഹലത റെഡ്ഡി എന്ന നാടകപ്രവർത്തക ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളുടെ നേർസാക്ഷ്യമാണ് നാടകം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച മുറിവുകൾ ഇന്നുമുണ്ടെന്ന് നമുക്കറിയാം. ഇന്നും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. സ്നേഹലത റെഡ്ഡി ആ കാലത്ത് അനുഭവിച്ച പീഡനങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തെ അനാവരണം ചെയ്യുന്ന നാടകമാണ് മിസ. ഡിവൈഎഫ്ഐയെ ഈ പേരിൽ ഒന്ന് അപമാനിച്ചു കളയാമെന്നൊക്കെ കരുതുന്നവരോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂവെന്നും സനോജ് പറഞ്ഞു. എൽസില ഹെയർ കണക്ട് സൗജന്യ കേൾവി പരിശോധന, മികച്ച ഓഡിയോളജിസ്റ്റുകളുടെ സേവനം, മികച്ച ബ്രാൻഡുകളുടെ ശ്രവണ സഹായികൾ, ഹോം വിസിറ്റ് സൗകര്യം. എൽസില ഹെയർ കണക്ട്.